ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ഏകദേശം 200ഓളം പെണ്ണുങ്ങളെയും അവരുടെ കൂട്ടുകാരെയും ബലാത്സംഗം ചെയ്യുന്ന സീനിൽ അഭിനയിച്ച് പുരുഷനാണ് മുൻതൂക്കം എന്ന് തെളിയിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആനച്ചാൽ രവിച്ചേട്ടനാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നേരത്തെ പെണ്ണുങ്ങളൊക്കെ വിളിച്ച് ഇറക്കി നിർത്തിക്കന്നെ ബലാത്സംഗം ചെയ്യണ്ടേ? സമ്മേളനം. അയ്യോ സമ്മേളനം ഞാൻ ഷൂട്ട് ലൊക്കേഷൻ ആയിരിക്കും. ഇങ്ങോട്ട് സാർ. അപ്പൊ അടുത്ത ആളെ വിളിച്ചോട്ടെ. ആവശ്യത്തിനുള്ള ബലാത്സംഗമൊക്കെ കിട്ടുന്നുണ്ടല്ലോ. പിന്നെ ആ ഇഷ്ടം പോലെ കുറവുണ്ടേ പറയണം, നമ്മൾ നികത്തി സംഘടന ഇടപെടും. ആവശ്യത്തിനും അനാവശ്യത്തിനും. പ്രിയമുള്ളവരെ, അടുത്തായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് തനിക്ക് താടിയും മീശയും വളരുന്ന കാലത്ത് മീശയാണ് ഒരു പുരുഷന്റെ അഴക് എന്ന് തന്നെത്താൻ തോന്നി മീശ വളർത്തി വളർത്തി ഈ ലോകത്തെ ഏറ്റവും പ്രശസ്തനായി മാറിയ നമ്മുടെ പ്രിയപ്പെട്ട മീശക്കാരൻ കൊമ്പൻ ചാർലി. എന്തുമാത്രം തെങ്ങുണ്ട്, എന്തുമാത്രം പ്ലാവുണ്ട്, എന്നെ ഇവിടെ കയറാളോ നിനക്കൊക്കെ? ഇതാരെ വഴക്ക് പറയുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം തൊട്ട് 2 കാക്ക ഇതിൽ കൂട് കൂട്ടാൻ നോക്കുന്നേ. ഇതെന്തോ തൂങ്ങി കിടക്കണം. ഈ സംഭവം അറിഞ്ഞില്ലായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ 2 പെഗ് ഓടിച്ചിട്ട് മുറ്റത്ത് അങ്ങനെ കസേരയിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു. കണ്ണോട് നോക്കിയപ്പോൾ 2 തൂക്കടാങ്കരു കൂടും കൂട്ടി മുട്ടയിട്ട് അങ്ങ് വെച്ചു. സംഭവം പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് മുട്ട വരുമല്ലോ, അത് കഴിഞ്ഞിട്ട് കളയാന്ന് വിചാരിച്ച് ഒരു കുഞ്ഞിനെ എനിക്ക് തരണേ. എന്തിനാ? എല്ലാവർക്കും വളർത്താനാ. നോക്കട്ടെ, കിട്ടുമെങ്കിൽ തരാം. എന്റെ സീറ്റ് എനിക്ക് 3 സീറ്റ് വേണം. ഒന്ന് എനിക്കും 2 എന്റെ തൂക്കണം കുരുവിക്കും. അപ്പൊ ഞാൻ അടുത്ത ആളെ ക്ഷണിച്ചോട്ടെ. അടുത്തായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് മറ്റാരുമല്ല, തനിക്ക് മീശ വളരുന്ന പ്രായത്തിൽ മീശ വളരുന്നില്ല എന്ന് തിരിച്ചറിവുണ്ടായപ്പോൾ എന്തുകൊണ്ട് വളരാത്തത് എന്ന് സ്വയം തോന്നി അദ്ദേഹം കാട്ടിലേക്ക് പോയി അവിടെ നിന്ന് ഒരു പച്ചമരുന്ന് കണ്ടെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ മീശ വളരാത്ത ചെറുപ്പക്കാർക്ക് മരുന്ന് കൊടുത്ത് മീശ വളർത്തിയ നമ്മുടെ പ്രിയപ്പെട്ട നീലോത്പലൻ ചേട്ടൻ, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചൂടോ വായുവോ ആവിയോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതെ അതെ അതെ, ഇത് ബസ് സ്റ്റാൻഡ് അല്ല. ആരാടാ അത്? കാണാൻ വയ്യ. ഞാനോ ഞങ്ങൾ അമ്മയോ കുഞ്ഞമ്മയോ ഉണ്ടാക്കിയ സാധനമല്ല സുഹൃത്തെ, കമ്പനിക്കാരന്റെ സാധനമാണ്. മീശ താടി എന്ന് വളരാത്തവർക്ക് അത്യുത്തമമാണ് ഞാൻ ഈ ഉണ്ടാക്കിയ ഈ രോമഹൂവാദി തൈലം. എല്ലാവർക്കും സാമ്പിൾ സൗജന്യമാണ്.